കഴിഞ്ഞ കുറേ വർഷങ്ങളായി SSLC പരീക്ഷാ ഫലത്തിന് തൊട്ടു പിന്നാലെ കേരളത്തിൽ ഉയർന്നു വരുന്നൊരു പ്രശ്നമാണ് മലബാറിന്റെ സീറ്റ് പ്രതിസന്ധി. ഇക്കൊല്ലവും സ്ഥിതിയിൽ യാതൊരു മാറ്റവുമില്ലെന്ന് മാത്രമല്ല, സാഹചര്യങ്ങൾ കൂടുതൽ രൂക്ഷമാവുകയാണ്. +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ വടക്കൻ ജില്ലകളിലെ, പ്രത്യേകിച്ചും മലപ്പുറത്തെയും കോഴിക്കോട്ടെയും വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നം എന്താണ്? ലളിതമായി അവ വിശദീകരിക്കാം. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ 10ാം ക്ലാസ് കഴിഞ്ഞിറങ്ങുന്ന കുട്ടികൾക്ക് തുടർന്ന് പഠിക്കാൻ ജില്ലയിൽ തന്നെ സീറ്റില്ല എന്നതാണ്. 82,434 വിദ്യാർത്ഥികളാണ് മലപ്പുറത്ത് മാത്രം ഈ വർഷം 10ാം ക്ലാസ് കഴിഞ്ഞ് ഹയർ സെക്കൻഡറി പഠനത്തിനായി അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. എന്നാൽ മലപ്പുറത്തുള്ള സീറ്റുകളോ? സർക്കാർ എയ്ഡഡ് വിഭാഗത്തിലായി 52,600, അൺഎയ്ഡഡ് വിഭാഗത്തിൽ 11,300, VHSE, ITI, പോളിടെക്നിക് എന്നിവയെല്ലാമായി 4,800 എന്നിങ്ങനെയാണ് ജില്ലയിലെ സീറ്റുകൾ. ഇതെല്ലാം കൂടി കൂട്ടിയാൽ 68,700 സീറ്റുകൾ. അതായത് 82,434 കുട്ടികൾ ഹയർ സെക്കൻഡറിയിലേക്ക് കടക്കാനുള്ള ജില്ലയിലെ മൊത്തം സീറ്റുകളുടെ എണ്ണം 68,700. 10ാം ക്ലാസ്സിൽ വിജയം നേടി തുടർ പഠനത്തിന് കാത്തിരിക്കുന്ന 14,000-ഓളം കുട്ടികൾക്ക് പഠിക്കാൻ സീറ്റില്ല എന്ന്. ഇനി ഇവർക്ക് ജില്ലയുടെ പുറത്തു പോയി പഠിച്ചുകൂടെ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ സമീപ ജില്ലകളിലും ഇത് തന്നെയാണ് അവസ്ഥ. 15ഉം 16ഉം വയസ്സുള്ള കുട്ടികൾക്ക് സ്വന്തം നാട് വിട്ട് മറ്റ് ജില്ലകളിൽ പോയി പഠിക്കുക എന്നത് തീർത്തും അസാധ്യമാണ്. സംസ്ഥാനത്തെ തന്നെ ഏറ്റവും കൂടുതൽ വിജയശതമാനമുള്ള മലപ്പുറത്തെ കുട്ടികൾ ഉന്നതമായ വിജയം നേടിയിട്ടും പഠിക്കാൻ സീറ്റില്ലാതെ സ്കൂൾ മതിലുകൾക്ക് പുറത്ത് നിർത്തപ്പെടുന്നു എന്നതാണ് ക്രൂരമായ യാഥാർത്ഥ്യം. സമാനമായ നിലയിൽ 48,140 കുട്ടികൾ ഹയർ സെക്കൻഡറി പഠനത്തിനായി അപേക്ഷിച്ച കോഴിക്കോട് ജില്ലയിലും എയ്ഡഡ്, അൺഎയ്ഡഡ്, VHSE, ITI, പോളിടെക്നിക് സീറ്റുകളെല്ലാം കൂട്ടിയാലും ഏകദേശം 11,000-ലധികം വിദ്യാർത്ഥികൾ പഠിക്ക് പുറത്താണ്. എന്നാൽ ഇതേ സമയം കേരളത്തിലെ തെക്കൻ ജില്ലകളിലെ സാഹചര്യങ്ങൾ ഇങ്ങനെയല്ല. തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകൾ എടുത്താൽ എല്ലായിടങ്ങളിലും സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച കണക്കുകൾ പരിശോധിച്ചാൽ കഴിഞ്ഞ അധ്യയന വർഷം തൃശ്ശൂർ മുതൽ തിരുവനന്തപുരം വരെ 48,732 +1 സീറ്റുകൾ കുട്ടികളില്ലാത്തത് മൂലം ഒഴിഞ്ഞു കിടന്നിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 2 തെക്കൻ ജില്ലകളിലെ ഈ വർഷത്തെ ഉദാഹരണമെടുത്താൽ ഇത് കൂടുതൽ ബോധ്യമാകും. കോട്ടയം ജില്ലയിൽ ഈ വർഷം SSLC പാസ്സായത് 18,813 കുട്ടികളാണ്. എന്നാൽ അവിടെ 24,383 സീറ്റുകളുണ്ട്. 5,500-ലധികം സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു എന്നർത്ഥം. പത്തനംതിട്ടയിൽ 9,991 കുട്ടികളാണ് SSLC കഴിഞ്ഞിറങ്ങിയത്. പക്ഷേ ജില്ലയിൽ 16,741 സീറ്റുകളുണ്ട്. ആയിരക്കണക്കിന് സീറ്റുകളാണ് ഓരോ ജില്ലയിലും ഒഴിഞ്ഞു കിടക്കുന്നത് എന്നർത്ഥം. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഉയർന്നൊരു പ്രശ്നം, പ്രത്യേകിച്ചും കേരളത്തിലെ സവിശേഷമായൊരു ഭൂപ്രദേശത്തെ ഭാവി തലമുറയുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നം. അതൊരു രാഷ്ട്രീയ പ്രശ്നം കൂടിയാണ്. ഉന്നത വിജയം നേടിയിട്ടും സ്കൂൾ വരാന്തകളിൽ നിന്ന് പഠിക്ക് പുറത്താക്കപ്പെടുന്ന മലപ്പുറത്തെയും കോഴിക്കോട്ടെയും വിദ്യാർത്ഥികൾ ഞങ്ങൾക്കുള്ള സീറ്റ് എവിടെ എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ രാഷ്ട്രീയ കേരളത്തിന് ബാധ്യതയുണ്ട്. കഴിഞ്ഞ 7 വർഷത്തെ കണക്കുകൾ പരിശോധിച്ചാൽ ഓപ്പൺ സ്കൂളുകളിൽ അഡ്മിഷൻ നേടേണ്ടി വന്ന വിദ്യാർത്ഥികളിൽ ബഹുഭൂരിപക്ഷവും കേരളത്തിലെ വടക്കൻ ജില്ലകളിൽ നിന്നുള്ളവരാണ്. നിലവാരമുള്ള വിദ്യാഭ്യാസം നൽകൽ ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തമായിരിക്കെ ഒരു പ്രദേശത്തെ മാത്രം കുട്ടികൾ നിലവാരം കുറഞ്ഞ വിദ്യാഭ്യാസം തിരഞ്ഞെടുക്കാൻ നിർബന്ധിതരാകുകയാണ്. ആ പ്രദേശത്തെ അങ്ങനെ നിലനിർത്താൻ തീരുമാനിക്കുന്നത് ആരാണ്? തെക്കൻ ജില്ലകളിൽ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുമ്പോൾ വടക്കൻ ജില്ലകളിൽ എങ്ങനെ സീറ്റുകൾ ഇല്ലാതായി? സംസ്ഥാന ഭരണകൂടവും വിദ്യാഭ്യാസ വകുപ്പും ആഴത്തിൽ വിചിന്തനം നടത്തേണ്ട ഒരു രാഷ്ട്രീയ പ്രശ്നം കൂടിയാണത്. ഒരേ സംസ്ഥാനത്ത് ഒരേ ഭരണകൂടത്തിന് കീഴിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ ഒരു ഭൂപ്രദേശത്ത് ജനിച്ചവർ മാത്രം അനുഭവിക്കേണ്ടി വരുന്ന ഈ ഇരട്ട നീതി അവസാനിപ്പിക്കാൻ സർക്കാരിന് അടിയന്തിരമായ ബാധ്യതയുണ്ട്.